ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു സൺഡേ ആയിരുന്നു. അപ്പോൾ കാര്യമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ കുറച്ച് കുബൂസ് ഇരിപ്പുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലായിട്ട് 2 സ്ലൈസ് ചീസും കുറച്ച് കട്ട് ചെയ്ത വെജിറ്റബിൾസും ഒക്കെ വെച്ച് ഞാൻ ഓവനിൽ വെച്ച് ഒരു 30 സെക്കൻഡ് മൈക്രോവേവ് ചെയ്തെടുത്തു. അപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറായി. പിന്നെ ബ്രിഞ്ചോൾ ഇട്ട് വെച്ച് ഒരു കറിയും പിന്നെ ചോറും കൂടി വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഇത്രയും മതി, കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന്. അപ്പോഴാണ് ആറ്റുമീൻ കൊണ്ടുപോകുന്നത് കണ്ടത്. അപ്പോൾ ഫ്രഷായിട്ട് ആറ്റുമീൻ വല്ലപ്പോഴും മാത്രമാണ് ഇതിൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ കുറച്ച് കിട്ടിയപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചപ്പോൾ മടിയൊക്കെ മാറ്റി വെച്ചിട്ട് ഇത് കുറച്ച് വാങ്ങി ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാൻ കുറച്ച് പാടാണെങ്കിലും ഫ്രഷ് ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ ഇതിൻ്റെ സൈഡിലെ ചിറകെല്ലാം വെട്ടി മാറ്റിയതിന് ശേഷം ഇതിൽ സ്കെയിൽസ് ഉണ്ട് നല്ലോണം. അപ്പോൾ സ്കെയിൽസും എല്ലാം നീക്കം ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതിൻ്റെ നടുവിലായിട്ട് കീറിയിട്ട് റണ്ണിങ് വാട്ടറിൽ കാണിച്ച് കഴുകിയെടുക്കണം. അപ്പോൾ നന്നായിട്ട് അകത്തുള്ള അഴുക്കെല്ലാം പോവും. അപ്പോൾ കുറച്ച് നീണ്ട പരിശ്രമത്തിന് ശേഷം ഞാനിവിടെ മീനെല്ലാം നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പ്രത്യേകം ഫ്രിഡ്ജിൽ വെക്കാനുള്ളത് മാറ്റി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഫ്രഷായിട്ട് കിട്ടിയതല്ലേ, അപ്പോൾ കുറച്ച് കൈയടനെ തന്നെ വറുത്ത് കോരാമെന്ന് വിചാരിച്ചു. അപ്പോൾ വറുക്കാനായിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് ചെറിയ മീനുകളാണ് ഞാൻ വറുക്കാനായിട്ട് എടുത്തത്. അപ്പോൾ ഈ മസാലകളെല്ലാം ആ ചെറിയ മീനിലേക്ക് തേച്ച് പിടിപ്പിച്ച് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അതിനുശേഷം ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് മീൻ ഒരു സൈഡ് വെന്തതിന് ശേഷം മുകളിലായിട്ട് ഒരു വാഴയില വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വാഴയിലയുടെ ഫ്ലേവർ മീനിലേക്ക് നന്നായിട്ട് ഇറങ്ങുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ കറിവേപ്പില ഇല്ലാതിരുന്നതുകൊണ്ട് തന്നെ അടിയിലും പിടിക്കാതിരിക്കും വാഴയില വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ചമ്മന്തിയും കൂടി അരച്ചെടുത്തു. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഒരു വിഴുക്ക് പുരട്ടിയും കൂടി ആകാമെന്ന് വിചാരിച്ചു. 3-4 കാട്ടുവെണ്ടയ്ക്ക കിട്ടിയതും കൂടി ഉണ്ടായിരുന്നു. അതും പപ്പായയും ഒരു സവാളയും പച്ചമുളകും കൂടി അരിഞ്ഞ് ചീനച്ചട്ടിയിൽ എണ്ണയെ ഒഴിച്ച് മൂടി വെച്ചപ്പോഴേക്കും വിഴുക്കും തയ്യാറായി. അപ്പോൾ മീനും 2 സൈഡ് വേണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്ര ആയിക്കഴിഞ്ഞപ്പോൾ നന്നായിട്ട് തളർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചോറ് പ്ലേറ്റിലേക്ക് ഇട്ടു. രാവിലത്തെ കത്തിരിക്ക കറി ഒഴിച്ചു. സൈഡിലായിട്ട് വിഴുക്ക് പുരട്ടി വെച്ചു. പിന്നെ മീൻ വറുത്തത് വെച്ചു. പിന്നെ ചമ്മന്തിയും വെച്ചു. അപ്പോൾ ഒരു കറിയും കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇന്ന് നല്ല വിഭവസമൃദ്ധമായ ഊണായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.